ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 8 മണി കഴിഞ്ഞു. 8 മണിയിലത്തെ വെട്ടമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാൻ, രാത്രിത്തേക്കുള്ള ഡിന്നറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഫിഷും ദോശയായിരുന്നു ചേച്ചി ഇന്ന് സ്പെഷ്യൽ. പിന്നെ ഇന്ന് ജോസിനെ ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാനിനി പോയിട്ട് സാലാഡിന് അരിയട്ടെ. ജോസിൻ്റെ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, റോളിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്. ഞാനിവിടെ സലാഡിനുള്ള ലെച്ചൂസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ റോളിനകത്ത് ജസ്റ്റ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് കുക്കുമ്പർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ടൂണ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടൂണ ഫില്ലിങ് ആണെന്ന്. നമുക്കിങ്ങനെ ഈ കൗട്ട്ലൻഡിൽ ടോർട്ടില്ല കിട്ടും. അത് മറന്നു എൻ്റെ പേര്. ചപ്പാത്തി തന്നെ, വൈറ്റും ഉണ്ട് പോളിക്കോണും ഉണ്ട്. ഇത് രണ്ടും മേടിക്കുന്നുണ്ട്. ഇന്ന് വൈറ്റ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ചിക്കൻ ജസ്റ്റ് ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ മീറ്റ് ആ മാംസം കുറച്ച് വെച്ചാൽ മതി. ഇതേപോലെ കുറച്ച് സലാഡും കൂടെ ആഡ് ചെയ്താൽ മതി. കുക്കുമ്പറോ ലെച്ചൂസോ കുറച്ച് ഒലിവ് ഓയിലും ഒരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് റോൾ ചെയ്താൽ മതി. ടൂണയാകുമ്പോൾ ജസ്റ്റ് ഞങ്ങളാണെങ്കിൽ സവാള കഴിഞ്ഞ പ്രാവശ്യം ജോസിന് ഉണ്ടാക്കിയത് നല്ലതായിരുന്നു. സെയിം അതേപോലെ തന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. സവാള, തക്കാളി, പിന്നെ ഒരു സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു, അതും പച്ചമുളക് കിട്ടും, ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് സോട്ട് ചെയ്യും. ഒലിവ് ഓയിലും ശകലം ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ടൂണ ഫിഷ് ഉണ്ട്, ക്യാൻഡ് ടൂണ ഇത് അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ഒന്ന് റോസ്റ്റ് പോലെ നോക്കി. വേറെ മസാലയൊന്നുമില്ല, ശകലം മുളക് പൊടി. എന്നിട്ട് ബാക്കി നമുക്ക് ഇഷ്ടമുള്ള സലാഡെല്ലാം കൂടി ചേർത്ത് റാപ്പ് ചെയ്ത് വരും. പിന്നെ നമ്മൾ ഈ റോൾ ചെയ്യുന്നതിന് മുമ്പ് ആ ടോട്ടലിലേക്കകത്ത് കുറച്ച് മയണൈസോ നമുക്ക് ഇഷ്ടമുള്ള സോസ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മിക്സ് ആഡ് ചെയ്യുക. കുറച്ച് സലാഡും കൂടെ വെക്കുക, റോൾ ചെയ്യുക, തീർന്നു. നല്ലോണം ഒരു നേരത്തെ ഡിന്നർ അല്ലെങ്കിൽ സമയമില്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കഴിക്കാൻ, ലഞ്ചായിട്ട് എന്ത് ആയിട്ടും കഴിക്കാം. നമ്മുടെ വയറ് നല്ലോണം നിറയും. അതാണ് അപ്പോൾ ഇന്നത്തെ ഡിന്നറിനുള്ള പരിപാടി. ഇതിപ്പോൾ 8 മണിയായിട്ടോ, വെട്ടം കണ്ടില്ലേ? 8 മണി 8:30 കാണുമ്പോൾ. ഇനി വിൻ്റർ ആകുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. 4 ആകുമ്പോഴത്തേക്കും ഇരിക്കുന്നുള്ളൂ, 3 ആകുമ്പോഴത്തേക്കും സന്ധ്യയാവും. ചൂണയൊക്കെ ഇട്ട് നല്ലപോലെ ഇതാക്കി. ഇനി പക്ഷെ ഇത് 2 നേരം കഴിച്ചു പോകണ്ടല്ലോ. അന്ന് 2 നേരം നമ്മളെ കഴിച്ചിട്ട് ഇത് പകുതി എടുത്താൽ മതി. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതെന്താ കൂടെ എടുക്കണോ? ശരി, ഒലിവ് ഓയിൽ. ഇത് നോർമൽ സലാഡ് കഴിക്കും, അതിനകത്ത് റാപ്പിനകത്ത് വെക്കാനുള്ളൂ. എനിക്ക് റാപ്പിൻ്റെ ഉള്ളിൽ വേണ്ട. നമ്മുടെ റോളിനുള്ള ഐറ്റംസൊക്കെ സെറ്റായി. അതിനകത്ത് വെക്കാനുള്ളത് നോർമൽ സലാഡ്, ടൂണ ഫില്ലിങ്, മയണൈസ്, സോസ്, ഐറ്റംസാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകണേ. ഈ ടോട്ടലി ജസ്റ്റ് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയായിരുന്നു. അതിനുശേഷം കുറച്ച് മയോണൈസും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സോസുകളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് സാലഡ് ലീവ്സ് അതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡ് ലീവ്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവേ. ഇപ്പം ഞാൻ മയോണൈസ് ഫില്ല് ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് പകുതി മയോണൈസും പകുതി ടൊമാറ്റോ സോസും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. സാലഡ് ലീവ്സ് ഇട്ട ശേഷം പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഫില്ലിംഗ് ആയിട്ടുള്ള ട്യൂണ ഫിഷ് അതും കൂടി ഇതിനകത്തോട്ട് വെച്ച് റാപ്പ് ചെയ്യാമേ. ഈ ക്യാൻഡ് ടൂണ കൊണ്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഞാൻ അടുത്ത ദിവസം ഒരു മീൻ കറി വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. എന്നിട്ട് കുറച്ച് സോസ്. അത് ചിക്കൻ്റെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഈസി ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സമയമില്ലാത്തപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്യാൻഡ് ഫിഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു റാപ്പ് ഉണ്ടാക്കിയെടുക്കാം.
നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.